ഇറാനെതിരായ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ച ശേഷം ബന്ധപ്പെടാൻ കഴിയാതിരുന്ന ടെഹ്റാൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക് മാത്യു റോമിലെത്തിയതായി സ്ഥിരീകരണം. ഇറ്റാലിയൻ എംബസി പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എംബസിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന കർദിനാളിനെയും റോമിലെത്തിച്ചത്. ടെഹ്റാൻ ഇസ്ഫഹാൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കൺവെൻച്വൽ ഫ്രാൻസിസ്കൻ സഭാംഗവുമാണ് കർദിനാൾ ഡൊമിനിക്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇസ്രായേൽ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തുടർന്ന് ഇറാനിൽ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായിരുന്നു. ഫെബ്രുവരി 28-ന് ശേഷം കർദിനാളുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്ന് കർദിനാളിന്റെ സന്യാസ സഭയായ കൺവെൻച്വൽ ഫ്രാൻസിസ്കൻ സഭ വ്യക്തമാക്കിയിരുന്നു. കർദിനാളുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് ഇർബിൽ ആർച്ച് ബിഷപ്പ് ബാഷർ വർദ്ധയും പറഞ്ഞതോടെ കർദിനാളിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയിലായിരുന്നു ക്രൈസ്തവ ലോകം. അതിരൂപതയുടെ കത്തീഡ്രലും കർദിനാളിന്റെ വസതിയും ഇറ്റാലിയൻ എംബസി കോമ്പൗണ്ടിലായതിനാലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹത്തെയും റോമിലേക്ക് മാറ്റിയത്. വേദനയോടെയാണ് മടക്കമെന്നും ഇറാനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുമ്പോൾ വലിയ ദുഃഖവും വേദനയും ഉണ്ടെന്നും റോമിലെത്തിയ കർദിനാൾ പ്രതികരിച്ചു. ആകെ 35,000-ഓളം കത്തോലിക്കർ മാത്രമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇറാനിലുള്ളത്. ഇതിൽ ലാറ്റിൻ കത്തോലിക്കർ 1,300-ഓളം വരും. ടെഹ്റാൻ അതിരൂപതയുടെ കീഴിലുള്ള 5 ഇടവകകളിലെ ഏക അജപാലകനാണ് കർദിനാൾ ഡൊമിനിക് മാത്യു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.